Hi all, hello. It's me JKK from JKK for you. ഒരു മൂവി റിവ്യൂ ആണ്. കളങ്കാവൽ സിനിമ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കണ്ടു. കളങ്കാവൽ മമ്മൂട്ടി സ്റ്റാർ മൂവിയാണ്. നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. കളങ്കാവൽ ഡയറക്ടർ ബൈ ജിതിൻ കെ ജോസ്, റിട്ടൺ ബൈ ജിതിൻ കെ ജോസ് പ്ലസ് ജിഷ്ണു ശ്രീകുമാർ, then camera by Faisal Ali, cinematography by Faisal Ali, then editor Praveen Prabhakar, music Mujib Majid, പ്രൊഡക്ഷൻ ഹൗസ് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. നമുക്ക് കാസ്റ്റിംഗിലേക്ക് പോയാൽ മമ്മൂട്ടി, മെഗാസ്റ്റാർ മമ്മൂട്ടി ആസ് SI സ്റ്റാൻലി ദാസ്, വിനായകൻ ആസ് SI ജയകൃഷ്ണൻ, ദെൻ ജിബിൻ ഗോപിനാഥ് ആനന്ദ്, പിന്നെ ഒട്ടേറെ നായകന്മാർ ഈ സിനിമയിലുണ്ട്. 10-20 നായകന്മാരുണ്ട്. അതിലെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രുതി രാമചന്ദ്രൻ്റെ ക്യാരക്ടറാണ് ദീപ, ദെൻ രജീഷ വിജയൻ്റെ ക്യാരക്ടർ കൊള്ളാം ദിവ്യ, ദെൻ ഗായത്രി അരുണിൻ്റെ ക്യാരക്ടർ ഷൈനി. ഇവരാണ് കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുള്ളത്. കളങ്കാവൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൈക്കോ ത്രില്ലർ മൂവിയാണ്. ഇതിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഒരു വില്ലൻ റോളാണ്. ഒരു സൈനൈഡൊക്കെ വെച്ച് ആൾക്കാരെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഹോബി തന്നെ കൊലപാതകമാണ്, കൊല്ലുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹോബി തന്നെ. ഒരു സൈക്കോ ക്യാരക്ടറാണ്. എനിവേ മമ്മൂട്ടി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടറുകളൊന്നും തന്നെയാണ്. പിന്നെ വിനായകൻ ആസ് പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ അതിഗംഭീരമായിട്ട് വിനായകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലേഡീസിലേക്ക് പറയുമ്പോൾ ഇവർ 3 പേര് തന്നെയാണ് മെയിനായിട്ടുള്ളത്. ശ്രുതി രാമചന്ദ്രൻ, ദെൻ രജീഷ വിജയൻ ആൻഡ് ഗായത്രി അരുൺ. ഇതിൽ സിനിമ തുടങ്ങുമ്പോഴുള്ള ഇൻട്രോ ഭാഗത്താണ് ശ്രുതി രാമചന്ദ്രനുള്ളത്. ആ സീനൊക്കെ തന്നെ അതിഗംഭീരമാണ്. മമ്മൂട്ടിയും ശ്രുതി രാമചന്ദ്രനുമായിട്ടുള്ള കോംബോ സീനൊക്കെ തന്നെ അതിഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ രജീഷ വിജയൻ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ തുടങ്ങുമ്പോഴാണ് രജീഷ വിജയൻ്റെ ഇൻട്രോയ്ക്കും പിന്നെ ഇൻട്രോ വരുന്നതും. പിന്നെ സിനിമയുടെ ഒരു ബ്രേക്ക് ത്രൂ ഒക്കെ വരുന്നത് രജീഷയുടെ ക്യാരക്ടറിലൂടെയാണ്. ദിവ്യ കൊള്ളാം. പിന്നെ ഗായത്രി അരുൺ, ക്ലൈമാക്സ് ഭാഗത്തൊക്കെ ഗായത്രി അരുൺ ഉണ്ട്, ഷൈനി. എനിവേ ഈ സിനിമ എപ്പിസോഡ് വെച്ചിട്ടാണ്, ഫസ്റ്റ് എപ്പിസോഡ്, സെക്കൻഡ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല എപ്പിസോഡുകളായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. എനിവേ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കളങ്കാവൽ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു പാട്ട് നിലാഖായം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടാണ്. ഇതിലെ മമ്മൂട്ടി മിക്കപ്പോഴും ഓരോ ക്രൈമും ചെയ്യുമ്പോൾ, ഓരോ മർഡേഴ്സും ചെയ്യുമ്പോൾ, ഓരോ ഇരകളെയും തേടിപ്പിടിക്കുമ്പോൾ, ഓരോ പെൺകുട്ടികളെയും തേടിപ്പിടിക്കുമ്പോൾ ഈ പാട്ട് കാണിക്കുന്നുണ്ട്. ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. നിലാഖായം ഇതൊരു ട്രെൻഡിങ് പാട്ട് കൂടിയാണ്. എനിവേ നിലാഖായം സോങ് മമ്മൂട്ടി ഓക്കെ കൊള്ളാം. എനിവേ സ്റ്റാൻലി ദാസ് സൈനൈഡ് ഓക്കെ മൈ ഗോഡ് കളങ്കാവൽ സംതിങ് സ്പെഷ്യൽ വൺ. എനിവേ സംതിങ് സ്പെഷ്യൽ വൺ കളങ്കാവൽ. ജിതിൻ കെ ജോസ് ഹാൻഡ്സ് ഓഫ്. താങ്ക് യു. ബൈ ബൈ. കൊള്ളാം. ബൈ ബൈ.